ChatGPT നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. AI തരുന്ന എല്ലാ ഉത്തരങ്ങളും സത്യമാണോ? AIയുടെ ഇരുണ്ട വശങ്ങളായ ഹാലുസിനേഷനും ഡേറ്റാ ബയസും നിങ്ങൾ അറിയാതെ പോകരുത്. ആദ്യം ഹാലുസിനേഷൻ എന്താണെന്ന് നോക്കാം. വളരെ കോൺഫിഡൻസോടെ AI തെറ്റായ ഇൻഫർമേഷൻസ് തരുന്നതിനാണ് നമ്മൾ ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. AI ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ ഇല്ലാത്ത കാര്യങ്ങൾ അത് ഇമാജിനേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ അടുത്ത് ആൻസേഴ്സ് പറയും. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ് എന്ന് നമ്മൾ AIയുടെ അടുത്ത് ചോദിച്ചാൽ മുംബൈ എന്നാണ് AIയുടെ ആൻസർ എങ്കിൽ അതൊരു ഹാലുസിനേഷൻ ആണ്. കാരണം ആ ആൻസർ തെറ്റാണ്. എന്നാൽ AI അത് കറക്റ്റ് ആണെന്ന രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഒറിജിനൽ ഡേറ്റയിൽ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉള്ള ഡേറ്റയെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ടോ ആണ് ഈ ഒരു ഹാലുസിനേഷൻ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഡേറ്റാ ബയസ് എന്ന് നോക്കാം. AI മോഡലുകളെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഇന്റർനെറ്റിൽ നിന്നുള്ള ഡേറ്റയും അതുപോലെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഡേറ്റയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഈ ഡേറ്റയിൽ നമ്മൾ മനുഷ്യരുടെ മുൻവിധികളും തെറ്റായ ധാരണകളും ഒക്കെ ഉണ്ടാവും. ഇതിനെയാണ് ഡേറ്റാ ബയസ് എന്ന് പറയുന്നത്. AI ഈ ഡേറ്റയിൽ നിന്ന് പഠിക്കുമ്പോൾ ആ മുൻവിധികളും സ്വാഭാവികമായും അതിന്റെ ഉത്തരങ്ങളിൽ പ്രതിഫലിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു AI ഇമേജ് ജനറേഷൻ മോഡലിന്റെ അടുത്ത് ഒരു വെഡിങ് ഡ്രസ്സിൽ ഒരാളുടെ പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുകയാണെന്ന് വെക്കുക. ആ AIയെ ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ കൂടുതലും വെസ്റ്റേൺ കൾച്ചറിലെ പിക്ചേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് ഔട്ട്പുട്ട് തരാൻ പോകുന്നത് ഒരു വൈറ്റ് ഗൗൺ ഇട്ടിട്ടുള്ള ബ്രൈഡിന്റെ പിക്ചർ ആയിരിക്കും ജനറേറ്റ് ചെയ്ത് തരിക. കാരണം അതിന് ട്രെയിൻ ചെയ്യിപ്പിച്ച ഡേറ്റയിലെ ഇമേജസ് കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലെ വെഡിങ് പിക്ചേഴ്സ് വെച്ചായിരിക്കും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും അവിടെ ഡോമിനൻസ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഇന്ത്യൻ കൾച്ചറിലുള്ള സാരി, ലെഹങ്ക അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഡിങ് ഡ്രസ്സസ് ഉണ്ട്. ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ട്രെയിനിങ് ഡേറ്റയിൽ ഇല്ലാത്തത് കൊണ്ട് AI ഒരു സൈഡിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ട്രെയിനിങ് ഡേറ്റയിൽ ഇല്ലാത്തത് കൊണ്ടാണ് AI നമുക്ക് ആ ഒരു കൾച്ചറിലെ മാത്രം ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇവിടെ പ്രശ്നം AIയുടേതല്ല, അതിനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഡേറ്റയുടെ പരിമിതികളാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ AI യൂസ് ചെയ്യുമ്പോൾ ഓർക്കുക, അത് തരുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും 100% കറക്റ്റ് ആകണമെന്നില്ല. കിട്ടുന്ന ഇൻഫർമേഷൻസ് പല സോഴ്സസ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. AI കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.